ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കൂര് കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെയൊക്കെ ഞാനൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കാം കുറച്ച് മല്ലിച്ചപ്പിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്, കൊണ്ടാണ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് ഇത് ഓയിലിൽ കുറച്ച് മതി. ഇതാകെ ഞാൻ 1 ടേബിൾ സ്പൂണേ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുള്ളൂ. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം, പക്ഷേ മറ്റേ നമ്മളെ പാം ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് വേറൊരു ചായ ഇട്ടു, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അല്ലാതെ ഇതിൽ വേറെ പ്രത്യേകിച്ച് വെള്ളം അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തോന്നുന്നു മറ്റേ നമ്മൾ സാധാ മയോണൈസിനേക്കാൾ പച്ചമുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മല്ലിച്ചപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.